നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ന്യൂ ബോൺ ബേബീസ് മുതൽ അങ്ങോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തേച്ച് കുളിപ്പിക്കാൻ പറ്റിയ, അതായത് ദേഹത്ത് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എണ്ണകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കുഞ്ഞു കുട്ടികൾക്ക് ന്യൂ ബോൺ ബേബീസിനും കുറച്ച് 1 മാസം 2 മാസമൊക്കെ ആയ കുട്ടികൾക്ക് എപ്പോൾ എണ്ണ തേക്കണം, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാട് കുട്ടികൾക്ക് എണ്ണയൊക്കെ തേച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. വെയിറ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. പക്ഷെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി ഉണ്ടല്ലോ, അതൊരു 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ സ്വാഭാവികമായും വീണു പോകുന്നതാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് അത് വീണു പോയതിന് ശേഷം എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനുശേഷം അവിടെ അതിൻ്റെ ആൻറ്റിബയോട്ടിക് പൊടികളോ അതുപോലുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ജലാംശമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സൂക്ഷിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യം നമ്മൾ ന്യൂ ബോൺ ബേബീസിനെ കൈകാര്യം ചെയ്യുന്ന ആൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തേച്ച് കുളിപ്പിക്കാൻ പറ്റിയ എണ്ണയെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും നല്ല ഓയിൽ എന്ന് പറയുന്നത് വിർജിൻ കോക്കനട്ട് ഓയിലാണ്. വിർജിൻ കോക്കനട്ട് ഓയിൽ എങ്ങനെ എടുക്കണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് കാണാം, ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. നമ്മളിൽ പല ആളുകൾക്കും അത് എങ്ങനെ എടുക്കണം എന്ന് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടേക്കാം. പിന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ വളരെ എളുപ്പമാണ്. നമുക്ക് തേങ്ങാപ്പാൽ ജസ്റ്റ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ഒരു നല്ല ചീനച്ചട്ടിയിൽ, കട്ടിയുള്ള ചീനച്ചട്ടിയിലിട്ട് നമ്മൾ കുറേ നേരം ഇളക്കി ചൂടാക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും തേങ്ങ വെന്ത് ആ വെളിച്ചെണ്ണ കിട്ടുന്നതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് അത് കയ്യിലും കാലിലും തലയിലൊക്കെ പുരട്ടി കുഞ്ഞതായിട്ട് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞു മക്കൾക്ക് ഉറങ്ങാനും ഒക്കെ ഒരു നല്ല സുഖം ഉണ്ടാകും. അപ്പോൾ ഒന്നാമത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽ വിർജിൻ കോക്കനട്ട് ഓയിലാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് നാൽപ്പാമരാതി കേരം. ഓക്കെ, നാൽപ്പാമരാതി വെളിച്ചെണ്ണ. അപ്പോൾ അത് നമ്മൾ സാധാരണ അതിൽ മഞ്ഞളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ തലയിൽ ഉപയോഗിക്കാറില്ല, ദേഹത്ത് പുരട്ടാം. എന്തെങ്കിലും സ്കിന്നിന് കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് നാൽപ്പാമരാതി കേരം തേക്കുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നാൽപ്പാമരാതി കേരവും നമുക്ക് കുഞ്ഞുങ്ങളിൽ അഭ്യംഗം എന്ന് വെച്ചാൽ തേച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിന്നതിന് ശേഷം നമുക്ക് അത് ഇളം ചൂടുവെള്ളത്തിൽ എന്താണോ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കുക, അപ്പോൾ അതുപോലെ തേച്ച് കഴുകിക്കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽ എന്ന് വെച്ചാൽ ചെമ്പരത്യാതി എണ്ണ കേട്ടോ. ചെമ്പരത്യാതി എണ്ണ ദേഹത്ത് തേക്കാം, ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ കളിക്കാൻ വിടാം, എന്നിട്ട് അതിനുശേഷം കുളിപ്പിച്ചു കൊടുക്കുക. ചെമ്പരത്യാതി എണ്ണ നമ്മൾ തലയിൽ സാധാരണ തേച്ച് കൊടുക്കാറില്ല. തലയിൽ തേക്കാൻ വേണമെങ്കിൽ, പക്ഷേ ജലദോഷം കഫക്കെട്ടൊക്കെ സാധാരണയായിട്ട് വരുന്ന കുഞ്ഞുമക്കൾക്ക് ചെമ്പരത്യാതി എണ്ണ തേക്കുന്നത് അത്ര അഭികാമ്യമല്ല. അപ്പോൾ ഇങ്ങനെ പനി, ശ്വാസം മുട്ട്, കുറുകൽ, കഫക്കുറുകലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് തേക്കാൻ പറ്റുന്ന നല്ലൊരു എണ്ണയാണ് തുളസി സ്വരസാദി എണ്ണ. അപ്പോൾ തുളസി സ്വരസാദി എണ്ണ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ, കുറച്ച് നേരം തേച്ച് കൊടുക്കുകയാണെങ്കിൽ കഫക്കെട്ട്, കുറുകൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞു കുട്ടികൾക്ക് ഒരു 5-6 ദിവസമൊക്കെ ആകുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഒരു റെഡ് കളറിൽ കുഞ്ഞ് റാഷസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റാഷസ് വരുന്ന സമയത്ത് നമ്മൾ എണ്ണ കുട്ടികളെ ദേഹത്ത് പുരട്ടാൻ പാടില്ല. അങ്ങനെ എണ്ണ പുരട്ടുകയാണെങ്കിൽ അവരുടെ ആ റാഷസ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള റാഷസ് ഉള്ള സമയത്ത് എണ്ണ തേക്കരുത്. അഥവാ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ എണ്ണ തേക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒരു പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഡോക്ടറെയോ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഓയിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ, നാൽപ്പാമരാതി കേരും, ചെമ്പരത്യാതി എണ്ണ, തലയിൽ തുളസി സ്വരസാദി എണ്ണ, ഇത്രയും നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങൾ മുട്ടിലൊക്കെ എഴയുന്ന സമയമാകുമ്പോഴത്തേക്ക് അവരുടെ കാൽമുട്ടിനും കാലുകൾക്കും എല്ലുകൾക്കൊക്കെ ബലം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബലാലാക്ഷാദി എണ്ണയും തേച്ച് കൊടുക്കാം. ബലാലാക്ഷാദി എണ്ണ തേച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാലൊക്കെ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ എല്ലിനൊക്കെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ബിഗ് തംസപ്പ് തരിക. പിന്നെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും പുതിയൊരാൾ വീഡിയോ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.